മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 91-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ആരെല്ലാം കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷിക്കുന്ന പ്രവൃത്തി അനുഭവിക്കാൻ കഴിയും. ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പല വിധത്തിലും മാനസികമായി തകർന്ന് ജീവിക്കുന്ന പതിനായിരങ്ങൾക്ക് വേണ്ടിയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ ഒരു കുടുംബമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടിമിന്നൽ പോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിൽ, രോഗങ്ങളിൽ, പരാജയങ്ങളിൽ, പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ കർത്താവിന്റെ അത്ഭുതകരമായ തേജസ് ഇറങ്ങി വരികയാണ്. സ്വർഗം നൽകുന്ന ഈ അഭിഷേകം ഏറ്റെടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങളെ അഭിഷേചിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ കരുതുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു പാടുക. നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ തലമുറകളിലേക്കെല്ലാം അഭിഷേകം നിറഞ്ഞൊഴുകുകയാണ്. എല്ലാം മറന്ന് ആത്മാവിൽ ആനന്ദമുള്ളവരായി കരമടിച്ച് പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്ന ദൈവമാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ ഒന്നുകൊണ്ടും ആകുലപ്പെടണ്ട. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള ദൈവമാണ്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഉറപ്പോടെ ഏറ്റുപറഞ്ഞേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ അനുഗ്രഹിക്കണമേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ പറഞ്ഞു പാടുകേ. കരങ്ങൾ ഉയർത്തിയാടിച്ച്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ.
അടയാളങ്ങളും വചനം സ്ഥിരീകരിക്കണമേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ഈശോയേ, പ്രവർത്തിക്കണമേ, കെട്ടുകളെ പൊട്ടിക്കണമേ, വേദന അഴിക്കണമേ. എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരം നീട്ടണമേ. ഈ സ്തുതി ആരാധനയിൽ ഹൃദയനുറുക്കത്തോടെ വിശ്വാസിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണീര് കണ്ട് അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. സകല ശാപക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, അത്ഭുതത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പടരട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിവിധങ്ങളായ തകർച്ചകൾ മൂലം മാനസികമായി തകർന്നു കഴിയുന്ന ആയിരങ്ങളുടെ മേൽ കർത്താവെ കരം നീട്ടണമേ. അവർ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന്, മാനസികമായ നൊമ്പരങ്ങളിൽ നിന്ന്, ഇവിടെ കുടുംബത്തിന്റെ എല്ലാ തകർച്ചകളിൽ നിന്നും അത്ഭുതകരമായി വിമോചിപ്പിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, നിറയുക, നിറയുക. ഫീൽ ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് മൂവ്. കുടുംബങ്ങളിൽ ക്ഷണിക്കണമേ, ഓരോ വ്യക്തികളിലും നിറയണമേ. അത്ഭുതത്തിന്റെ ആത്മാവായി കത്തിപ്പടരണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ച സ്നേഹത്തിനായി, അങ്ങ് നൽകിയ അഭിഷേകത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കല്ലേറുകളിൽ പ്രാർത്ഥിക്കുക, കല്ലേറുകളിൽ ദൈവജനം പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 59-ാം തിരുവചനം. അനന്തരം അവൻ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. നമ്മുടെ വിശ്വാസ ജീവിതവുമായി ഈ വചനത്തിന് ഒരുപാട് ബന്ധമുണ്ട്. വിവിധങ്ങളായ കല്ലേറുകളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് എന്തുമാത്രം വ്യക്തികളാണ് വിവിധങ്ങളായ കല്ലേറുകൾ മൂലം മാനസികമായി തകർന്നിരിക്കുന്നത്. പലരും മുറിവേറ്റ് വീണു പോയിരിക്കുന്നു. ഇപ്രകാരം കഠിന വ്യഥയിൽ ജീവിക്കുന്ന പതിനായിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. ഈ ശുശ്രൂഷയിലും ഇപ്രകാരം തകർന്നിരിക്കുന്ന അനേകരെ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് ഈ മെസ്സേജ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ തളർന്നു പോകാനല്ല, നമ്മൾ നിരാശിതരായി ജീവിതം പിറുപിറുപ്പിലും പരാതികളിലും അവസാനിക്കാനുള്ളതല്ല. കല്ലേറുകളിൽ നമ്മൾ സ്വീകരിക്കേണ്ട ആത്മീയ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രകാശം തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 28-ാം തിരുവചനം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കുകയല്ല വേണ്ടത്, അനുഗ്രഹിക്കുക. നമ്മളെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി, നമുക്കെതിരെ ദൂഷണം പറയുന്നവർക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. ആദിമ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസിൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ മെസ്സേജ് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആരായിരുന്നു എസ്തഫാനോസ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 5-ാം വാക്യം. ആദിമസഭയിലെ ഡീക്കനായിരുന്നു. ഡീക്കന്മാരായവരുടെ പ്രത്യേകത എന്തായിരുന്നു? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തഫാനോസ്. വിശ്വാസത്തിൻ്റെ ആത്മാവ് അതിശക്തമായി എസ്തഫാനോസിൽ ആവസിച്ചിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതലായിരുന്നു. വീണ്ടും 8-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, കൃപാവരവും ശക്തിയും നിറഞ്ഞ് എസ്തഫാനോസ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യേ പ്രവർത്തിച്ചു പോന്നു. ദൈവത്തിൻ്റെ കൃപാവരം അതിശക്തമായ അളവിൽ എസ്തഫാനോസിന് മേലുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ പ്രധാനമായും ഇന്നത്തെ സന്ദേശം ധ്യാനിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് തണലിലായിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എസ്തഫാനോസ് ആത്മനിറവിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ സുവിശേഷ സത്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന അനേകം ആളുകൾ കോപാക്രാന്തരായി പല്ലുകടിച്ച് ചീത്തയും തെറിയും വിളിച്ച് എസ്തഫാനോസ് നേരെ പാഞ്ഞടക്കുകയാണ്. 55-ാമത്തെ തിരുവാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്. മറ്റുള്ളവർ പല്ലുകടിച്ച് ചീത്ത വിളിച്ച് തെറി വിളിച്ച് എസ്തഫാനോസ് നേരെ പാഞ്ഞെടുത്തപ്പോൾ എസ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് എസ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, ചീത്തയും തെറിയും വിളിച്ച് അനേകരെ തന്നെ നേരെ പാഞ്ഞെടുത്തപ്പോൾ അവൻ ആത്മനിറവുള്ളവനായിട്ട് മാറി. സ്വർഗം കാണുകയാണ്. ദൈവത്തിന്റെ മഹത്വം എസ്തഫാനോസ് ദർശിക്കും. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി അവൻ കാണുകയാണ്. വലിയ ശക്തിയോടെ എസ്തഫാനോസ് സാക്ഷ്യം നൽകും, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു, ഞാൻ ദൈവത്തിന്റെ തേജസ് ദർശിക്കുന്നു, എൻ്റെ യേശു പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി ഞാൻ കാണുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ അവനെതിരെ ഇളകിയിട്ട് അവനെ നഗരത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് അവന്റെ നേരെ കല്ലെറിയുകയാണ്. കല്ലേറുകളിൽ ഒരു ദൈവ പൈതൽ സ്വീകരിക്കേണ്ട നിലപാടെന്താ? പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ, ദൈവം നമ്മൾ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് നേരെയൊക്കെ പല വിധത്തിലുള്ള കല്ലേറുകൾ കടന്നു വന്നിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന ചില കല്ലേറുകളുണ്ട്. അതിനെ ഓർത്ത് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. ആ കല്ലേറുകളെല്ലാം നമുക്ക് വളരാനുള്ള വളമാക്കി നമ്മുടെ കർത്താവ് മാറ്റും. എന്നാൽ പിശാച് എറിയുന്ന ചില കല്ലുകളുണ്ട്, നമ്മെ നശിപ്പിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റിക്കളയുവാൻ സാത്താൻ നമ്മുടെ നേരെ എറിയുന്ന ചില കല്ലുകൾ. അതിനു നേരെ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. എസ്തഫാനോസിനെ നശിപ്പിക്കുവാൻ വേണ്ടി അനേകർ അവനെ കല്ലെടുത്തെറിയുകയാണ്. എന്നാൽ ഈ കല്ലേറുകളിൽ എസ്തഫാനോസ് സ്വീകരിച്ച നിലപാടെന്താ? 59-ാമത്തെ വചനം പറയുന്നു, അവർ അവനെ കല്ലെറിഞ്ഞപ്പോൾ എസ്തഫാനോസ് പ്രാർത്ഥിച്ചു. എന്തൊരു വചനമാണിത്! ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചു. കല്ലേറുകളിൽ പ്രാർത്ഥിക്കുക, ഇത് ആർക്കാ കഴിയുന്നത്? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദര സഹോദരി, ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ കല്ലെറിയുമ്പോൾ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ്, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ അപമാനിക്കുമ്പോൾ, അപവാദത്തിൻ്റെ കല്ലുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നു, നമ്മൾ പലരും അസ്വസ്ഥരാകുന്നു, നമ്മൾ പലരും നിരാശപ്പെട്ട്
ആ സാഹചര്യത്തിൽ നിന്ന് ഓടിമറയുകയാണ്. എന്നാൽ അപവാദത്തിൻ്റെ കല്ലേറുകളുടെ മുൻപിൽ, എതിർപ്പിൻ്റെ കല്ലേറിൻ്റെ മുൻപിൽ, വിമർശനത്തിൻ്റെ കല്ലേറിൻ്റെ മുൻപിൽ എസ്തഫാനോസ് അവൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചു. രണ്ടാമത് അവിടെ വചനം പറയാ, അവൻ വിളിച്ചു, കർത്താവായ യേശുവേ. അവൻ ചീത്തയല്ല വിളിച്ചത്. കല്ലെറിയുന്നവരെ നോക്കി എസ്തഫാനോസ് തെറി പറയല്ല ചെയ്തത്. മറ്റവനെ മറച്ചവനെ നീയൊക്കെ അനുഭവിക്കട, നിരപരാധിയായ എന്നെ എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കണമെന്നും പറഞ്ഞ് അവർക്കെതിരെ അസഭ്യ വാക്കുകൾ എസ്തഫാനോസ് പറയുന്നില്ല. അവൻ കർത്താവിൻ്റെ നാമം വിളിച്ചു. വിവിധങ്ങളായ കല്ലേറുകളിൽ നമ്മൾ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കണം. കർത്താവിലേക്ക് നമ്മൾ ദൃഷ്ടികൾ ഉയർത്തണം. നമ്മുടെ ആശ്വാസം കർത്താവാണ്. കർത്താവിന് മുറുകെ പിടിച്ചു നോക്കി അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഞാൻ ചുമ്മാ പറയല്ല, എൻ്റെ ഒരു കൊച്ചു അനുഭവം നിങ്ങളോട് ഞാൻ പറയാം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഞാൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കരുതുന്ന ഒരു ശുശ്രൂഷകൻ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ, അദ്ദേഹം ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞത് മൂലം എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയാണ്. ഒരു വേദിയിൽ പരസ്യമായി അദ്ദേഹം എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു. ഞാൻ അറിയാത്ത കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടത് മൂലമാണ്. ഇത് കേട്ട പലരും എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, സന്തോഷിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ കേട്ടുവല്ലോ, ഇന്ന ദൈവദാസന് ഇപ്രകാരം പറയുന്നത് ഞങ്ങൾ കേട്ടു. ഞാൻ പറഞ്ഞു, നോ, അദ്ദേഹം ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല. അവർ പറഞ്ഞ് തെളിവുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തെളിവ് കാണിച്ചു തന്നു. ഞാൻ അവരുടെ മുൻപിൽ അത് പ്രകടിപ്പിച്ചില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അല്പം വേദനയുണ്ടായി. എൻ്റെ കർത്താവേ, ഞാൻ ഇതുപോലെ സ്നേഹിച്ച, ഞാൻ ഇതുപോലെ മാനിക്കുന്ന ഈ കർത്തൃദാസൻ എന്താണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത്? അന്ന് രാത്രിയിലെ ഞാനിത് ആരോടും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തു, അദ്ദേഹത്തിൻ്റെ നമ്പർ നോക്കി ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് ചിന്തിച്ച് ഞാൻ വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ തേജസ് എന്നെ വന്ന് മൂടുന്നൊരു അനുഭവം എനിക്കുണ്ടായി. എന്നെ പ്രകാരം ഒരു ശബ്ദം കേട്ടു, മൈ സൺ, എൻ്റെ മകനെ, നീ നിശബ്ദനാകുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. നീ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനാകും. കർത്താവിനോട് ചോദിച്ചു, നീ സൈലന്റ് ആകണോ, ഞാൻ സംസാരിക്കണോ? അതോ ഞാൻ സംസാരിക്കണോ, നീ സൈലന്റ് ആകണോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ നിശബ്ദനാകാം, നീ സംസാരിക്കണമേ. ഒരു വലിയ വേദനയുടെ അനുഭവത്തിലായിരുന്നു ഞാൻ. ഒരു വലിയൊരു കല്ലേറായിരുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ നിശബ്ദനാകുക. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു വചനവേദിയിൽ ഒരുമിച്ച് വരികയാണ്. ഞാൻ ആ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് എന്നെ കണ്ട മാത്രയിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞു, സന്തോഷേ, ഒരു മിനിറ്റ് പ്ലീസ് ഒന്ന് പുറകിലോട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി. പുറകിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ ദാസൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, എനിക്ക് ഒത്തിരി സന്തോഷമായി. കേട്ടപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു പറഞ്ഞ് ഞാനും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും പൊട്ടി കരയാൻ തുടങ്ങി. സന്തോഷ കണ്ണീരാ. അദ്ദേഹം ഇതിനിടയിൽ എന്നോട് പറഞ്ഞു, ഒരു മാസമായി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ കൺവെൻഷന് സന്തോഷം വരുന്നുണ്ടെന്ന്. അവിടെ വെച്ച് നേരിട്ട് ഇത് പറഞ്ഞ് ആ സ്നേഹം പുനഃസ്ഥാപിക്കാമെന്ന്. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ആ ദൈവദാസൻ ഇതുമാത്രം ഞങ്ങളൊരു വലിയൊരു ബന്ധത്തിലാണ്. പലപ്പോഴും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ആത്മീയ ഉപദേശങ്ങൾ അദ്ദേഹം തരാറുണ്ട്. ആ ബന്ധത്തെ കർത്താവ് ശക്തിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്ക് നൽകിയ ശബ്ദം അനുസരിക്കാതെ
ഞാൻ അന്ന് അദ്ദേഹത്തെ ഫോൺ ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ ബന്ധം പൂർണ്ണമായും നശിച്ചു പോകുന്നത് മാത്രമല്ല, എൻ്റെ ശുശ്രൂഷ ജീവിതത്തെ വരെ അത് സാരമായി ബാധിക്കുമായിരുന്നു. കല്ലേറുകളിൽ നമ്മൾ നിശബ്ദരായി കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മുടെ യേശുവിന് കഴിയും. ഇത് എസഫാനോസിന് ബോധ്യമുണ്ടായിരുന്നു. അവൻ വിളിച്ചു, കർത്താവായ യേശുവേ, യേശുവേ, നീ പ്രവർത്തിക്കണമേ. നമ്മൾ ആരും കലുഷിതരാകണ്ട. അസഭ്യ വാക്കുകളോ ചീത്ത വാക്കുകളോ തെറിവാക്കുകളോ നമ്മൾ ആരെക്കുറിച്ചും പറയണ്ട. കർത്താവിനറിയാം ഈ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. മൂന്നാമത് ആ വചനത്തിൽ കാണുവാൻ കഴിയും, എസഫാനോസ് പ്രാർത്ഥിച്ചു, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, എൻ്റെ ആത്മാവിനെ കർത്താവേ കൈക്കൊള്ളണമേ. എന്താ അതിൻ്റെ അർത്ഥം? അവൻ പൂർണ്ണമായും സ്വർഗത്തിൽ വിശ്വസിച്ചു. ആ സ്വർഗത്തിൽ അവൻ ഉറപ്പോടെ വിശ്വസിക്കുകയാണ്. സ്വർഗം ഒരു കെട്ടുകഥയല്ല, സ്വർഗം ഒരു മുത്തശ്ശി കഥയല്ല, സ്വർഗം ഒരു മിഥ്യയല്ല, അത് വലിയ യാഥാർത്ഥ്യമാണെന്നും എൻ്റെ കർത്താവ് സ്വർഗത്തിൽ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി എസഫാനോസ് കാണുകയാണ്. സ്വർഗം അവൻ അത്രയും ക്ലോസ് ആയിരുന്നു. എസഫാനോസിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, അടുത്ത നിമിഷത്തിൽ ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മടിയിലാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ്. ഈ ബോധ്യമുള്ളത് കൊണ്ട് എസഫാനോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചത്, എൻ്റെ ആത്മാവിനെ കർത്താവെ കൈക്കൊള്ളണമേ. എന്തൊരു ശാന്തതയോടുകൂടിയിട്ടുള്ള മരണം. ഞാൻ ചിന്തിച്ചു, എസഫാനോസിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ ഹൃദയമാകെ വെറുപ്പ് കൊണ്ടും മാത്സര്യം കൊണ്ടും ദുഃഖം കൊണ്ടങ്ങ് നിറയും. നമുക്ക് അവരെ ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലെങ്കിലും നമ്മൾ അവരെ പ്രാകും, ചിലപ്പോൾ അവരെ ദ്വേഷിക്കും. ഇവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ഈ വചനം നമ്മൾ അഭിഷേകമായി സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറികൾ കാണാം. നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പരിവർത്തിക്കുന്ന അനുഭവിക്കാൻ കഴിയും. ആഴമേറിയ മാനസാന്തരങ്ങൾ ഉണ്ടാകും, കൂട്ട ഡെലിവറൻസുകൾ ഉണ്ടാകും, അത്ഭുത രോഗശാന്തികൾ വെളിപ്പെടും. സുവിശേഷ സത്യങ്ങൾ തീ പോലെ ഈ തലമുറയിൽ കത്തിപ്പടരാൻ തുടങ്ങും. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ പൂർണ്ണമായൊരു സമർപ്പണം നടത്താൻ നമുക്ക് കഴിയുമോ? അവസാനമായി നമുക്ക് കാണാൻ പറ്റും എസഫാനോസിന്റെ ഈ നിലപാട് എന്താ ഉണ്ടായത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിലോട്ട് വരിക. സാവൂൾ പൗലോസായിട്ട് മാറി. സഭയ്ക്ക് പൗലോസ് എന്ന ഒരു വലിയ മിഷണറിയെ ലഭിക്കുകയാണ്. സഭ കണ്ടതിൽ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ ഏറ്റവും പവർഫുള്ളായ മിഷണറി പോൾ വാസ് ഫയർ. പൗലോസ് സുവിശേഷത്തിന്റെ തീയായിരുന്നു. എസഫാനോസിന്റെ ത്യാഗപൂർണമായ പ്രാർത്ഥന സാവൂളിനെ രൂപാന്തരപ്പെടുത്തി. സാവൂൾ പൗലോസായിട്ട് മാറി. സഭയ്ക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആയി പൗലോസ് മാറുകയാണ്. രണ്ടാമത്തെ റിസൾട്ട് എന്താ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4 മുതൽ വാക്യങ്ങൾ പഠിക്കണം. വലിയൊരു പീഡനം ഉണ്ടാവുകയാണ് എസഫാനോസിന്റെ മരണത്തെ പ്രതി ആദിമസഭയിൽ. പീഡനമുണ്ടായപ്പോൾ അവരെല്ലാം 4 വഴിക്ക് ചിതറിക്കപ്പെട്ടു. ചിതറിക്കപ്പെട്ടവരെല്ലാം അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അനേകരെ സമരിയായിലോട്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് അത്ഭുതകരമായ വളർച്ചയുണ്ടാവുകയാണ്. എസഫാനോസ് കടന്നുപോയ ആ പരിശോധന നമുക്ക് വളരെ പ്രാർത്ഥനയോടൊന്ന് നോക്കിക്കാണാം. Be baptized in the name of Jesus Christ. എസഫാനോസ് സുവിശേഷം പ്രസംഗിക്കുകയാണ്. He was crucified, but he rose from the dead. Impossible. Don't listen to him. ഈ സംസാരിക്കുന്നത് സാവൂളാണ്. Why do you resist Jesus? He is your savior. The way to everlasting life. Jesus is dead. സാവൂളിനെ സുവിശേഷ And സത്യങ്ങൾ you'll go ഗ്രഹിക്കാൻ the same പറ്റില്ല. way. Blasphemer! No! Jesus is alive. They tried to kill him, but they failed. He is a true prophet. This boy knows nothing. I know the scriptures. Because he sought
to entice you away from the Lord your God. സാവൂളിന് നേതൃത്വം Your കൊടുക്കുക. hand shall be the first against him, and you shall stone him with stones until he dies. I see the heavens opening. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്വർഗം കാണുകയാണ്. കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിക്കണം. ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുത്. കല്ലെറിഞ്ഞ ഒരുവൻ പോലും നശിച്ചു പോകാൻ എസഫനസ് ആഗ്രഹിച്ചില്ല. അവരൊക്കെ രക്ഷപ്പെടുവാനുള്ള ആഗ്രഹത്തോടെ അവൻ പ്രാർത്ഥിച്ചു. ഈ കുറ്റം കർത്താവേ അവരുടെ മേൽ ആരോപിക്കരുത്. ശാന്തതയോടെ ലോകം വിട്ടു കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നൽകി പാപം നിറഞ്ഞ ലോകത്തിന് വിശ്വാസ സാക്ഷ്യം നൽകുവാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരിക. ഇങ്ങനെയുള്ള എസ്തഫാനസുമാരെയാണ് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം. ഒരുവളായി നമുക്കൊക്കെ മാറാം. നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവേ, സത്യദീപമേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യ കടന്നു വന്ന സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു കല്ലേറുകളിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അനേകം ആയിരങ്ങൾ വളരെ നിരാശിതരായി ദുഃഖഭാരത്തോടെ കഴിയുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ വിശുദ്ധീകരിക്കുവാൻ, നിനക്ക് വീണ്ടും ഒരു പുത്തൻ അഭിഷേകം നൽകുവാനാണ് ദിവ്യകാരുണ്യമായി നിന്റെ മധ്യേ കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. നിരാശയുടെ കെട്ടുകൾ തകരുവാൻ, മനോഭാരത്തിന് നുഖങ്ങൾ ഒടിയുവാൻ, വിവിധങ്ങളായ മേഖലകളിൽ സാത്താൻ ഇന്നോളം ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ബന്ധന കുരുക്കുകളും അഴിഞ്ഞു മാറുവാൻ, വർഷങ്ങളായി നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലുമുള്ള സാത്താൻ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുവാൻ, ദൈവത്തിന്റെ അഭിഷേകം ഈ മേഖലകളിലെല്ലാം അഗ്നിയായി കത്തിപ്പടരുവാൻ കരമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കർത്താവേ കരങ്ങൾ നീട്ടണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവെ കരങ്ങൾ നീട്ടണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ആശീർവദിക്കണമേ. കർത്താവെ കരങ്ങൾ നീട്ടണമേ, നിരാശിതരായ എല്ലാ ജീവിതങ്ങളെയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പ്രത്യാശയുടെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ച ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.